ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യദിന ക്വിസുകൾ നോക്കിയാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് എന്ന്? ആൻസർ 1947 ഓഗസ്റ്റ് 15. എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണ്. ഇത് ആരുടെ വാക്കുകൾ? ആൻസർ ഗാന്ധിജി. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവാര്? ആൻസർ പഴശ്ശിരാജ. പഴശ്ശിരാജയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ്. രഘുപതി രാഘവ രാജാറാം എന്ന പ്രശസ്തമായ ഗാനം രചിച്ചത് ആര്? ആൻസർ തുളസീദാസ്. അടുത്ത ചോദ്യം, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഗാന്ധിജി നൽകിയ സമരം ഏത്? ആൻസർ ക്വിറ്റ് ഇന്ത്യ സമരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആര്? ആൻസർ മഹാത്മാഗാന്ധി. ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ആൻസർ ചമ്പാരൻ സമരം 1917. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ഏത്? ആൻസർ പ്ലാസി യുദ്ധം. അടുത്ത ചോദ്യം, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞതാര്? ആൻസർ മഹാത്മാഗാന്ധി. ലോകമാന്യ എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ് ആര്? ആൻസർ ബാലഗംഗാധര തിലക്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നത് എന്തിനു വേണ്ടിയായിരുന്നു? ആൻസർ കച്ചവടത്തിന് വേണ്ടി. കേസരി എന്ന പത്രം ആരംഭിച്ചത് ആര്? ആൻസർ ബാലഗംഗാധര തിലക്. അടുത്ത ചോദ്യം നോക്കാം, ഇന്ത്യയിൽ ആദ്യമായി കടൽ മാർഗം എത്തിയ വിദേശ ശക്തികൾ? ആൻസർ പോർട്ടുഗീസുകാർ. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ആൻസർ സരോജിനി നായിഡു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഭാരതീയൻ ആര്? ആൻസർ ഗാന്ധിജി. ഗാന്ധിജിയാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഭാരതീയൻ. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ആൻസർ കെ കേളപ്പൻ. കെ കേളപ്പനാണ് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ആൻസർ ഓഗസ്റ്റ് 9. ഓഗസ്റ്റ് 9 ആണ് ക്വിറ്റ് ഇന്ത്യ ദിനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത്? ആൻസർ 1885 ഡിസംബർ 28. ജയ് ഹിന്ദ് ആരുടെ മുദ്രാവാക്യമാണ്? ആൻസർ സുഭാഷ് ചന്ദ്രബോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാൽ പാൽ ബാൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരെല്ലാം? ആൻസർ ലാലാ ലജ്പത് റായ്, വിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്. മലബാർ ലഹള നടന്ന വർഷം? ആൻസർ 1921. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം നടന്ന വർഷം ഏത്? ആൻസർ 1906 ആഫ്രിക്കയിൽ. 1899 ഭുവൻ യുദ്ധത്തിൽ ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം സംഘടിപ്പിച്ചതാര്? ആൻസർ ഗാന്ധിജി. 1905 ബനാറസ് സമ്മേളനത്തിലെ INC പ്രസിഡന്റ് ആര്? ആൻസർ ഗോപാലകൃഷ്ണ ഗോഖലെ. 1901 ശാന്തി നികേതൻ സ്ഥാപിച്ചതാര്? ആൻസർ രവീന്ദ്രനാഥ് ടാഗോർ. അടുത്ത ചോദ്യം, അനുശീലൻ സമിതി സ്ഥാപിക്കപ്പെട്ട വർഷം? ആൻസർ 1902. 1901 കൽക്കട്ട സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആര്? ആൻസർ ദിൻഷാ ഇ വാച്ച. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി? ആൻസർ കഴ്സൺ പ്രഭു. അടുത്ത ചോദ്യം, ബംഗാൾ മുഴുവനും വിലാപ ദിനമായി ആചരിക്കുന്നത് എന്ന്? ആൻസർ ഒക്ടോബർ 16.
ഗാന്ധിജി പങ്കെടുത്ത ആദ്യ INC സമ്മേളനം നടന്ന വർഷം, വേദി? 1901 കൊൽക്കത്ത. നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? ആൻസർ പിംഗലി വെങ്കയ്യ. ആരുടെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം? ആൻസർ അബ്ദുൽ കലാം ആസാദ്. മഹാത്മാഗാന്ധിജി മരണപ്പെട്ടത് എന്ന്? ആൻസർ 1948 ജാനുവരി 30. ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നതാര്? ആൻസർ നാഥുറാം വിനായക് ഗോഡ്സെ. ഇന്ത്യയിലെ ആദ്യത്തെ പത്രമേത്? ആൻസർ ബംഗാൾ ഗസറ്റ്. 1857 വിപ്ലവം പൂർണ്ണമായും അടിച്ചമർത്തപ്പെട്ട വർഷം? ആൻസർ 1858. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന വടക്കേ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ആൻസർ ജമ്മു കാശ്മീർ. അടുത്ത ചോദ്യം, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ആരായിരുന്നു ബ്രിട്ടൻ പ്രധാനമന്ത്രി? ആൻസർ ക്ലെമന്റ് അറ്റ്ലി. സാരെ ജഹാം സെ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചതാര്? ആൻസർ മുഹമ്മദ് ഇഖ്ബാൽ. രാഷ്ട്രപിതാവ് എന്ന വിശേഷണം ഗാന്ധിജിക്ക് നൽകിയത് ആര്? ആൻസർ സുഭാഷ് ചന്ദ്രബോസ്. വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ഉപ്പു സത്യാഗ്രഹ ഗാനം രചിച്ചതാര്? ആൻസർ അംശി നാരായണ പിള്ള. ഇന്ത്യൻ മിലിറ്ററി അക്കാദമി എവിടെയാണ്? ആൻസർ ഡെറാഡൂൺ. അടുത്ത ചോദ്യം നോക്കാം. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് എന്നാണ്? ആൻസർ 1905. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനമുണ്ടായ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1929 ലാഹോർ സമ്മേളനം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ? ആൻസർ ഹണ്ടർ കമ്മീഷൻ. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യ വിഭജിക്കുന്നതിനെ അവസാന നിമിഷം വരെ എതിർത്തത് ആര്? ആൻസർ അബ്ദുൽ കലാം ആസാദ്. അടുത്ത ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് പട്ടാള ജനറൽ? ആൻസർ ജനറൽ ഡയർ. ജനറൽ ഡയറിനെ വെടിവെച്ച് കൊന്നത് ആര്? ആൻസർ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ദൃക്സാക്ഷിയായ ഉദ്ധം സിംഗ്. ഇവിടെ വെച്ചാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്? ആൻസർ ബോംബെ. അടുത്ത ചോദ്യം, ഗാന്ധിജി ചരിത്രപ്രധാനമായ ദണ്ഡി യാത്ര നടത്തിയത് എത്രാമത്തെ വയസ്സിൽ? ആൻസർ 61ാമത്തെ വയസ്സിൽ. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷമേത്? ആൻസർ 1857. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലമേത്? ആൻസർ മീററ്റ്. അടുത്ത ചോദ്യം, ശിപ്പായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരമേത്? ആൻസർ ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര്? ആൻസർ മംഗൾ പാണ്ഡെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആര്? ആൻസർ ഖുദിറാം ബോസ്. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്ന പ്രദേശം ഏതു സംസ്ഥാനത്താണ്? ആൻസർ ബീഹാർ. ഇന്ത്യക്ക് മതമല്ല ഭക്ഷണമാണ് വേണ്ടത് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാര്? ആൻസർ സ്വാമി വിവേകാനന്ദൻ. സ്വാതന്ത്ര്യത്തിനു വേണ്ടി യാചിക്കുകയല്ല, അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ആൻസർ ലാലാ ലജ്പത് റായി. 1857 സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ആൻസർ VD സവർക്കർ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന്?
ആൻസർ 1947 ഓഗസ്റ്റ് 15. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര്? ആൻസർ സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ ദാദാബായ് നവറോജി. അടുത്ത ചോദ്യം, ഇന്ത്യ സ്വതന്ത്രമാവുന്ന കാലത്ത് ഗവർണർ ജനറൽ ആരായിരുന്നു? ആൻസർ മൗണ്ട് ബാറ്റൺ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ആൻസർ മൗണ്ട് ബാറ്റൺ പ്രഭു. മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ. സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആര്? ആൻസർ രാജഗോപാലാചാരി. അടുത്ത ചോദ്യം, അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരമേത്? ആൻസർ വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ റിപ്പൺ പ്രഭു. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് പത്രത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്? ആൻസർ തത്വബോധിനി. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാളത്തിൽ ഒരു ഇന്ത്യക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി ഏത്? ആൻസർ സുബൈദാർ. അടുത്ത ചോദ്യം, ആറ്റിങ്ങൽ കലാപം നടന്നത് എന്ന്? ആൻസർ 1721 ഏപ്രിൽ 15. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന ഏത്? ആൻസർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആര്? ആൻസർ കാനിങ് പ്രഭു. മംഗൾ പാണ്ഡെയുടെ ജീവിതകഥ പറയുന്ന ചലച്ചിത്രം ഏത്? ആൻസർ മംഗൾ പാണ്ഡെ ദി റൈം സിംഗ്. വാഗൺ ട്രാജഡി നടന്ന വർഷം ഏത്? ആൻസർ 1921 നവംബർ 10. 1921 നവംബർ 10 വാഗൺ ട്രാജഡി നടന്ന വർഷം. വാഗൺ ട്രാജഡി ദുരന്തം നടന്ന റെയിൽവേ ലൈൻ ഏത്? ആൻസർ തിരൂർ താനൂർ. സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി എവിടെയാണ് പതാക ഉയർത്താറുള്ളത്? ആൻസർ ചെങ്കോട്ട. ചെങ്കോട്ടയിലാണ് സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി പതാക ഉയർത്താറുള്ളത്. ചൗരി ചൗര സംഭവം നടന്ന വർഷം ഏത്? ആൻസർ 1922 ഫെബ്രുവരി 5. അടുത്ത ചോദ്യം, ഉപ്പു നിയമം ലംഘിക്കുന്നതിനു വേണ്ടിയുള്ള ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ അന്നത്തെ വൈസ്രോയി ഇർവിൻ പ്രഭു വിശേഷിപ്പിച്ചത് എന്തായിരുന്നു? ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ മുദ്രാവാക്യം ഏത് സമരത്തിലായിരുന്നു? ആൻസർ ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? ആൻസർ അരുണ ആസിഫ് അലി. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങളുടെ പൊതുവേദി അറിയപ്പെടുന്നത്? ആൻസർ കോമൺവെൽത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിക്കിം ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ആൻസർ ത്രിലോചൻ പൊഗ്രേൽ. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര്? ആൻസർ ദാദാബായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷമേത്? ആൻസർ 1885 ഡിസംബർ. ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഏക സന്ദർഭം എന്ത്? ആൻസർ ബെൽഗാം സമ്മേളനം. അടുത്ത ചോദ്യം, ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ അനുയായികളാണ് ചെങ്കുപ്പായക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്? ആൻസർ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ ബാലഗംഗാധര തിലക്. അടുത്ത ചോദ്യം, കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് ആര്? ആൻസർ നിരഞ്ജന. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? ആൻസർ ദാദാബായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ മലയാളി ആര്? ആൻസർ സി ശങ്കരൻ നായർ.
ജവഹർലാൽ നെഹ്റു റാണി എന്ന് വിശേഷിപ്പിച്ച വനിതയാര്? ആൻസർ റാണി ഗൈഡിൻ ലിയു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ട വർഷം? ആൻസർ 1600. ഗാന്ധിജി, മുഹമ്മദ് അലി ജിന്ന എന്നിവരുടെ രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്നതാര്? ആൻസർ ഗോപാലകൃഷ്ണ ഗോഖലെ. ബഹിഷ്കൃത ഭാരത് എന്ന മറാത്തി പത്രത്തിൻ്റെ സ്ഥാപകനാര്? ആൻസർ ഡോക്ടർ BR അംബേദ്കർ. അടുത്ത ചോദ്യം, ഗാന്ധിജി ചരിത്രപ്രസിദ്ധമായ ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എന്ന്? ആൻസർ 1930 മാർച്ച് 12. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ലാബർ എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ റോബർട്ട് ക്ലൈവ്. ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? മെക്കാളെ പ്രഭു. സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച മാസിക ഏത്? ആൻസർ പ്രബുദ്ധ ദശകം. ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധമേത്? ആൻസർ പ്ലാസി യുദ്ധം. ഇന്ത്യയിലെ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ്? ആൻസർ വില്യം ബെനഡിക്റ്റ് പ്രഭു. നിയമലംഘനത്തിന് തുടക്കം കുറിച്ച സത്യാഗ്രഹം ഏത്? ആൻസർ ഉപ്പു സത്യാഗ്രഹം. ഇന്നത്തെ ഈ ക്വിസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.